ഹായ്, കഴിഞ്ഞ വീഡിയോ ഞാൻ ചാർമിനാർ എത്തിയ ഭാഗമെല്ലാം കണ്ടില്ലേ. ഇനി ഞാനിവിടെ കണ്ട കാഴ്ചകൾ കണ്ടാലോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 4 മിനാരം തന്നെയാണ്. ചാർമിനാറിൻ്റെ പുറത്ത് നമുക്ക് ചെറിയൊരു ശിവൻ്റെ അമ്പലവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളാരെങ്കിലും ചാർമിനാർ വിസിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ പകൽ വരുന്നതിനെക്കാട്ടി നല്ലത് രാത്രി വരുന്നതാണ്. രാത്രി വരുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് വന്നത് ഫുൾ ലൈറ്റിങ് എഫക്റ്റ് ആയിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ രാത്രി കാണാൻ. ഈ ചാർമിനാറിൻ്റെ താഴെ നമുക്ക് കുറച്ച് ചാർമിനാറിൻ്റെ ലോക്കറ്റ്സും കുറേ ഫോട്ടോസെല്ലാം വിൽക്കുന്നതാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും കളക്ഷൻ മെമ്മറീസ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഇത് വൺ ഓഫ് ദി ഒരു ഹ്യൂജ് മാർക്കറ്റ് പ്ലേസും കൂടിയാണ് ചാർമിനാർ. ഹൈദരാബാദിൽ തന്നെ വൺ ഓഫ് ദി ഹ്യൂജ് ഷോപ്പിംഗ് സ്ട്രീറ്റും കൂടിയാണ് ചാർമിനാർ. നമുക്ക് ഡൊമസ്റ്റിക്കായ പീപ്പിളും ഷോപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും, പുറത്തുനിന്ന് വന്ന ഫോറിനേഴ്സും ഷോപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇവിടെ തന്നെ ഏറ്റവും കൂടെ കണ്ടത് കുറേ കമ്മൽ, മോതിരം കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മലും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലിക്കോ ഫ്രണ്ട്സിനോ അതേപോലെ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സിനോ അല്ല വൈഫിനോ എല്ലാം ഹൈദരാബാദ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നാലും മതി. അതിൽ ഷൂവും കാര്യങ്ങളും കാണാൻ പറ്റും. ഞാൻ വന്ന സമയത്ത് നല്ല മഴയുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയിരുന്നു. എല്ലാം ഷോപ്പിംഗ് സ്ട്രീറ്റ് എല്ലാവരും അടച്ച് ഞാൻ അങ്ങനെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യാൻ പോയി. എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകണമല്ലോ, അങ്ങനെ റൂമിലേക്ക് പോകാനില്ല തയ്യാറിപ്പം. മഴ നിന്നിട്ട് വേണം എനിക്ക് തിരിച്ച് പോകാൻ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് വൺ ഓഫ് ദി ഒരു ഹ്യൂജ് മാർക്കറ്റും കൂടിയാണ് ഹൈദരാബാദിൽ തന്നെ. ഓക്കെ എന്നാൽ.